ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഹൈക്കോടതി ഒരാഴ്ചത്തേക്ക് തടഞ്ഞു. കേരളത്തിലെ സിനിമാ രംഗത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് സംസ്ഥാന സർക്കാർ ഹേമ കമ്മീഷനെ നിയമിച്ചത്. ഇന്ന് വൈകിട്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ സർക്കാർ പുറത്തുവിടാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ഒരാൾ സജിമോൻ പാറയിൽ എന്ന വ്യക്തി ഹൈക്കോടതിയെ സമീപിച്ച് ഇതിന് സ്റ്റേ വാങ്ങിയത്. ഒരാഴ്ചത്തേക്കാണ് സ്റ്റേ നൽകിയിട്ടുള്ളത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സാലി. വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവിന്മേലുള്ള എല്ലാ തുടർ നടപടികളും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സിനിമാ നിർമ്മാതാവായ സജിമോൻ പാറയിൽ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ഇന്ന് ഇടക്കാല ഉത്തരവ് പറഞ്ഞത്. കോടതി ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. തൽക്കാലത്തേക്ക് ഒരാഴ്ചത്തേക്ക് ഇതിൻ്റെ തുടർ നടപടികൾ, അതായത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കണ്ടന്റ് പുറത്തുവിടുന്നത് തടയുന്നു. തുടർന്ന് പിന്നീട് വിശദമായ വാദം കേൾക്കും. അതിനുവേണ്ടി അടുത്ത മാസം 1 മാറ്റി എന്നും കോടതി വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ കൂടുതൽ ആളുകളെ കക്ഷി ചേർത്തിട്ടുണ്ട്. അതായത് ഈ വിവരാവകാശ അപേക്ഷ സമർപ്പിച്ച മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള 5 പേരെയും കക്ഷി ചേർക്കാനും അവർക്ക് നോട്ടീസ് അയക്കാനും കോടതി തീരുമാനിച്ചു. ഇനി അവരുടെ ഭാഗം കൂടി കേൾക്കും. അതിനുശേഷം അടുത്ത മാസം 1 കോടതി കേസ് പരിഗണിക്കുകയും ചെയ്യും. അതിനിടയിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് കോടതി തടയുന്നു എന്നാണ് ജസ്റ്റിസ് PM മനോജ് അടങ്ങുന്ന അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ പ്രാഥമികമായ വാദത്തിനിടെ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞ വാദം, ഈ ഹർജിക്കാരന് ഇതുമായിട്ട് നേരിട്ട് ബന്ധമുള്ളയാളല്ല, ഇയാൾ ഒരു ഘട്ടത്തിൽ ഈ കമ്മീഷൻ മുമ്പായി ഹാജരായിട്ടില്ല, കമ്മീഷൻ മുമ്പായി മൊഴി നൽകിയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയെ ബാധിക്കുന്ന ഒന്നും പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നുമില്ല, അതുമായി ബന്ധപ്പെട്ട് കൃത്യതയോടെ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്വകാര്യതയെ ബാധിക്കുന്ന ഒന്നും പുറത്തു വിടരുത് എന്ന കാര്യം. പിന്നീട് എന്തിനാണ് ഇത്തരത്തിലൊരു ഹർജി? അതുകൊണ്ട് ഈ ഹർജി തള്ളണമെന്നാണ് വിവരാവകാശ കമ്മീഷണറുടെ വാദം. ഈ ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയ കാര്യം, തൻ്റെ സ്വകാര്യതയെ ബാധിക്കുന്ന അടക്കം തന്നെ ബാധിക്കുന്ന അടക്കമുള്ള വിഷയങ്ങൾ അതിലുണ്ടെന്നാണ് താൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പുറത്തു വരുന്നത് തന്നെ ബാധിക്കും, തൻ്റെ സ്വകാര്യതയെ ബാധിക്കും, അതുകൊണ്ട് പുറത്തു വിടരുത് എന്നുള്ളതാണ്. ഇതിൽ പൊതു താല്പര്യത്തിൻ്റെ വിഷയമൊന്നുമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഇത് ചില കക്ഷികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്, അതുകൊണ്ട് പുറത്തു വിടേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് ഹർജിക്കാരനും വാദിച്ചു. രണ്ട് കൂട്ടരുടെയും വാദം കേട്ട കോടതി ഒരു ഇടക്കാല ഉത്തരവിലൂടെ തുടർ നടപടികൾ ഒരാഴ്ചത്തേക്ക് തടയുകയാണുണ്ടായത്. അതായത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3:30 റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തീരുമാനിച്ചിരുന്നത് വിവരാവകാശ കമ്മീഷണറുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതിന് ഇപ്പോൾ സ്റ്റേ വീണിരിക്കുന്നു. ഇനി ഈ കേസിൽ, ഈ ഹർജിയിൽ വിശദമായ വാദം കേട്ട ശേഷം കോടതി അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതുവരെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരില്ല എന്നുള്ളതാണ് സാഹചര്യം. കൊച്ചിയിൽ നിന്ന് സാലിയാണ് വിവരങ്ങൾ നൽകിയത്.